കലാസ്നേഹികളെ, ഏവർക്കും ഞങ്ങളുടെ സസ്നേഹവന്ദനം. STSM കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം പുണ്യാളൻ. തനിക്ക് ലഭിച്ച പദവികളേക്കാൾ അധികമായി ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറിയ ധീരയോദ്ധാവ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുണ്യാളൻ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. രാജ്യത്ത് ഇന്നലെ 1.45 ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 794 പേർ മരിച്ചു. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 10.46 ലക്ഷമായി. ഏറ്റവും കൂടുതൽ പേർ രോഗബാധിതരായ ദിവസമാണ് ഇന്നലെ. 211 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. അത് ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് 200-നപ്പുറത്തേക്ക് രോഗബാധ ഉയർന്നത്. ഇന്നും അത് ആ കണക്കുകളെല്ലാം മറികടന്ന് 240 എന്ന ഏറ്റവും ഉയർന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. ആശങ്കകൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഈ 200 എന്റെ സെബസ്ത്യാനോസ് പുണ്യാളാ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാത്തോളണേ. അമ്മ എന്തിനാ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ പുണ്യാളനോട് പ്രാർത്ഥിക്കുന്നത്? പണ്ട് ഒരു ദേശം മുഴുവൻ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ പുണ്യാളന്റെ രൂപം എടുത്തുകൊണ്ട് ആ നഗരത്തിൽ ഒരു പ്രദക്ഷിണം നടത്തി. ആ മഹാമാരി മാറുകയും ചെയ്തു. അമ്മ എനിക്ക് പുണ്യാളന്റെ കഥ പറഞ്ഞു തരുമോ? പിന്നെന്താ, പണ്ട് 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതപീഡനം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം. ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നർബോണ എന്ന സ്ഥലത്ത് സെബാസ്റ്റ്യൻ ജനിച്ചു. ജനിച്ചത് നർബോണയിലാണെങ്കിലും അദ്ദേഹം പഠിച്ചതും വളർന്നതുമെല്ലാം ഇറ്റലിയിലെ മിലനിലാണ്. വിജാതീയ മാതാപിതാക്കളായ
ട്രാൻക്വിലിനും മാർത്തിയായുമായിരുന്നു സെബാസ്റ്റ്യന്റെ മാതാപിതാക്കൾ. അന്ന് അവിടെ ഒരു ആഘോഷ രാവായിരുന്നു. मेरा झुमका उठा के लाया यार वे, जो गिरा था बरेली के बाजार में। मैं तो झुमका लगा के शर्मा गई, बोली घूम कर बजा दे के मैं आ गई। सबको नचा के नाच ले, आजा नाच ले मेरी यार, तू नच ले, झनक झनक झनका। हो नच ले मेरे यार, तू नच ले, अब तो लुटा है बाजार। सबको बुला के नच ले, आजा नच ले मेरी यार, तू नच ले, झनक झनक झनका। हो नच ले मेरे यार, तू नच ले, अब तो लुटा है बाजार। Gotilo, dame gotilo, dame gotilo. નથી llama ખાલી બાવટા સજામાં એવો હાથનો પ્રવાસી ગોતિલો. बाण नजर तला भी होली, अब करनी सुंदर। ओ लीरा, ओ लीरा, अपना गाड़ी संग। ओ लीरा, बजे खाने खाने कम। આયો રે મારો ઢોલના, આયો રે મારો ઢોલના. वो मजा आएगा, जाने वाला मजा आएगा। રંગીલો મારો ઢોલના, ઢોલના. सजना मिल मुझको सपना तेरा सुनना, तेरी लगन में गाना मेरा सुनेगा, लेकर तुझे पे जमाना मेरी जान. जीवात जीव घुटमळ, तसं फिरतीच वाढतंय बळ. तुझ्या तोंडाला तोंड माझं मिळ, गण हे बघून दुश्मन जळ. ഭലേ ഭേഷ്, എല്ലാവരും വീഞ്ഞ് വേണ്ടുവോളം ആസ്വദിക്കൂ. ആഘോഷങ്ങൾ പൊടിപൊടിക്കട്ടെ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. മാർട്ടിയ, നീ മറന്നോ? ഇന്നല്ലേ നമ്മുടെ മകൻ സെബാസ്റ്റ്യൻ പഠനം കഴിഞ്ഞ് മിലാനിൽ നിന്ന് തിരിച്ചെത്തുന്നത്? പഠനത്തിൽ ഒന്നാമൻ, കായികാഭ്യാസി, പോരാളി. ഒരപ്പന് സന്തോഷിക്കാൻ ഇതിലുമപ്പുറം എന്തു വേണം? അതങ്ങനെയല്ലേ വരൂ. ഈ അപ്പന്റെ അല്ലേ മോൻ. അപ്പാ നിങ്ങൾ സംസാരിക്കൂ, ഞാൻ പോയി അത്താഴം എടുത്തു വെക്കാം. സെബാസ്റ്റ്യൻ, നിന്റെ നേട്ടങ്ങൾ ഓരോന്നും അപ്പന്റെ സന്തോഷം വർദ്ധിപ്പിച്ചു. ഇനി അപ്പൻ ഒരാഗ്രഹം കൂടി ബാക്കി. നീ
അതെനിക്ക് വേണ്ടി സാധിച്ചു തരില്ലേ മോനെ? അപ്പന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് എന്റെ കടമയാണ്. ഞാൻ എന്താണ് അപ്പന് വേണ്ടി ചെയ്യേണ്ടത്? നല്ല കാര്യശേഷിയുള്ള നീ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേരണം. അപ്പ അത് എന്താ, നിന്റെ കഴിവിൽ നിനക്ക് വിശ്വാസമില്ലേ? എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പിന്നെന്താ കാരണം? കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. സെബാസ്റ്റ്യൻ, അതെ അപ്പ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ. സെബാസ്റ്റ്യൻ, റോമൻ ദേവന്മാരെ ദൈവമായി കാണാൻ എനിക്ക് കഴിയില്ല. അപ്പന്റെ വേറെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ഇതല്ലാതെ മറ്റൊരാഗ്രഹം എനിക്കില്ല. ഞാൻ ചക്രവർത്തിക്ക് വാക്കുകൊടുത്തു. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. എന്റെ തല കുനിയേണ്ടി വന്നാൽ നീ ഒന്നുകൂടി ആലോചിക്ക്. ഒരു ക്രിസ്ത്യാനി ആകാനല്ല നിന്നെ ഞാൻ മിലാനിൽ വിട്ട് പഠിപ്പിച്ചത്. ഒരു ക്രിസ്ത്യാനി ആകാമെന്ന് നീ വ്യാമോഹിക്കുകയും വേണ്ട. മോനെ, ഓരോ അപ്പനും അമ്മയ്ക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങൾ കൊണ്ട് ഒരു കൂടുണ്ടാക്കിയാണ് അവർ മക്കളെ വളർത്തുന്നത്. പക്ഷെ അവരോ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ കൂടും തകർത്ത് അവർ പുറത്തേക്ക് പോകുന്നു. അവർ അറിയുന്നില്ല ആ കൂടിനോടൊപ്പം 2 ഹൃദയങ്ങളും പിടഞ്ഞു തകരുന്നത്. മോൻ നല്ലതുപോലെ ഒന്നും കൂടെ ആലോചിക്ക്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാ. ഈശോയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങേക്കാളും വലുതല്ല എനിക്കൊന്നും. ഒരു തീരുമാനമെടുക്കുവാൻ എന്നെ സഹായിക്കണേ. സെബാസ്റ്റ്യൻ, എഴുന്നേൽക്കുക. നീ സൈന്യത്തിൽ ചേരും. നിന്റെ അപ്പനെ നീ അനുസരിക്കുക. അവിടെ ഞാൻ നിന്നെ നയിക്കും. എന്റെ ഉദ്ദേശം ഞാൻ നിറവേറ്റും. എഴുന്നേൽക്കൂ സെബാസ്റ്റ്യൻ. എന്തായി നിന്റെ തീരുമാനം? അപ്പന്റെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ പട്ടാളത്തിൽ ചേരാം. സന്തോഷമായി മോനെ. വരൂ, അത്താഴം കഴിക്കാം. അങ്ങനെ സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാണെന്ന് മറച്ചുവെച്ച് സൈന്യത്തിൽ ചേർന്നു. വളരെ വേഗത്തിൽ ചക്രവർത്തിയുടെ പ്രിയങ്കരനായി മാറി. രഹസ്യമായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് ക്രൈസ്തവ പീഡനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. തെരുവുകൾ തോറും ക്രിസ്തു സാക്ഷികൾ വേട്ടയാടപ്പെട്ടു. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. മറ്റാരിലും രക്ഷയില്ല, യേശുവിൽ മാത്രം. വേറെ ഒന്നും ദേവന്മാരല്ല, എല്ലാം വിഗ്രഹങ്ങൾ മാത്രം. എന്താണ്? ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടയാളികളാണ്. ക്രിസ്ത്യാനികളാണെന്നറിഞ്ഞാൽ അവർ നമ്മളെല്ലാം കൊന്നുകളയും. നമുക്കെല്ലാവർക്കും തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നിൽക്കവിടെ, ആരും ഓടരുത്. ഓടുന്നവനെ അമ്പെയ്ത് കൊന്നുകളയും. നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളാണോ എന്ന് പറയടാ. താൻ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളല്ലേ? അതെ പ്രഭു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ഞാൻ കാസ്റ്റുലസ്. ഞങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ആരാധിക്കുന്നവരാണ്. നിർത്തടാ. അവന്റെ ഒരു യേശു. യേശുവിന്റെ പേരുച്ചരിക്കുന്നവരെ അവിടെ വെച്ച് തന്നെ വധിച്ചേക്കാനാണ് ചക്രവർത്തിയുടെ കൽപ്പന. ആ ദൈവത്തെ വിശ്വസിച്ചത് മൂലം
ഇപ്പോൾ മരിക്കാനാണ് നിങ്ങളുടെ വിധി. അരുത് ജോനാഥൻ, അരുത്. അവരെ ഒന്നും ചെയ്യരുത്. അവരെ വെറുതെ വിടൂ. പ്രഭു, ഇവർ ക്രിസ്ത്യാനികളാണ്. ഇവരെ വെറുതെ വിടാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ലല്ലോ. ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നവരെ കണ്ടാൽ ഉടനെ തന്നെ വധിച്ചേക്കാനല്ലേ ചക്രവർത്തിയുടെ കൽപ്പന? അവർ അവരുടെ ദൈവത്തെ പ്രഘോഷിക്കുന്നതിന് നമുക്കെന്താണ് ജോനാഥൻ? മതം മാറാൻ അവർ നിർബന്ധിക്കുന്നില്ലല്ലോ. അങ്ങ് ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം, എങ്കിലും നാം ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ജോനാഥൻ, ആ ചക്രവർത്തിയുടെ ഉറ്റമിത്രമാണ് പറയുന്നത്. ഇവർ നിരപരാധികൾ. ഇവരെ വെറുതെ വിടൂ. മേലുദ്യോഗസ്ഥനെ അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിന് ആപത്താണ്. വളരെ ഉപകാരം പ്രഭു. അങ്ങ് ഞാൻ സെബാസ്റ്റ്യൻ. ഞാനും നിങ്ങളെപ്പോലെ ഒരു ക്രിസ്തു വിശ്വാസിയാണ്. നാടെങ്ങും ചക്രവർത്തിയുടെ ചാരന്മാരാണ്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. ഇവിടെ കാറ്റിന് പോലും ചോരയുടെ ഗന്ധമാണ്. മനസ്സിലായല്ലോ അല്ലേ? സൂക്ഷിക്കണം. ഞാൻ പോകുന്നു. ചക്രവർത്തി നീനാൾ വാഴട്ടെ. നമ്മുടെ സൈനികനായ അമാസായിക്ക് എന്തോ പറയാനുണ്ടല്ലോ. എന്താ? ആരാണിവൻ? ഇവനൊരു ക്രിസ്ത്യാനിയാണ് പ്രഭു. ശരിയാണോ? നീ കുരിശിൽ മരിച്ചവന്റെ അനുയായിയാണോ? അതെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്റെ അനുയായി തന്നെ. കുറ്റം സമ്മതിച്ചല്ലോ. അല്ലെങ്കിലും ഈ യേശുവിന്റെ അനുയായികൾക്കൊക്കെ വലിയ ധൈര്യമാണ്. കേട്ടിട്ടില്ലേ പത്രോസിനെയും പൗലോസിനെയും കുറിച്ചുമൊക്കെ? പക്ഷേ അവരുടെ അന്ത്യം വളരെ ദയനീയമായിരുന്നു പ്രഭു. ഒരവസരം നിനക്ക് ഞാൻ തരാം. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം, കൂടാതെ 1000 പൊൻപണവും. അതുകൊണ്ട് നിനക്ക് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. വേണ്ട പ്രഭു, ക്രിസ്തുവിനെ ഒറ്റിക്കെടുത്ത് കിട്ടുന്ന പൊൻപണം എനിക്ക് വേണ്ട. മരിക്കാൻ എനിക്ക് ഭയമില്ല. ധിക്കാരി, എന്റെ മുമ്പിൽ നിന്നും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നുവോ? ഇതിന്റെ ശിക്ഷ എന്തെന്ന് നിനക്കറിയാമോ? അമാസായി, ജോനാഥൻ, ക്രിസ്തുവിനെ പ്രഘോഷിച്ച യവന് നാവ് കൊണ്ട് ഇനിമേലിൽ ഇവൻ സംസാരിച്ചുകൂടാ. ഇവന്റെ നാവ് അരിഞ്ഞു വീഴ്ത്തോ? നിന്റെ അധീനതയിലുള്ള തടവറയിലേക്ക് ഇവനെ കൊണ്ടുപോകൂ. നാളെ ഇവൻ സിംഹങ്ങൾക്ക് ഭക്ഷണം. കൊണ്ടുപോകൂ. പ്രഭു, റോമാ സാമ്രാജ്യത്തിന് ആകെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ആ ദാവീദ് പുത്രന്റെ കീർത്തി പ്രചരിക്കുകയാണ്. ഇത് നാം അനുവദിക്കില്ല. സെബാസ്റ്റ്യൻ, വരൂ. ജോനാഥൻ, സെബാസ്റ്റ്യൻ നമ്മുടെ സേനാനായകൻ മാത്രമല്ല, എന്റെ ആത്മമിത്രം കൂടിയാണ്. സെബാസ്റ്റ്യൻ, എല്ലാ അധികാരവും ഞാൻ നിനക്ക് തരുന്നു. തടവറയിൽ കിടക്കുന്ന ക്രിസ്ത്യാനികളെ കൂടി ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. അവർ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് നിക്കോസ്റ്റാറ്റസിൽ നിന്നും നാം അറിഞ്ഞു. അത് അനുവദിച്ചുകൂടാ. കാണുന്ന പക്ഷം അനുവാദത്തിന് നോക്കി നിൽക്കേണ്ട. കൊന്നുകളഞ്ഞേരെ. അത് ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം പ്രഭു. വളരെ നല്ലത് സെബാസ്റ്റ്യൻ. എന്റെ ഹൃദയത്തോട് ഇണങ്ങിയ സുഹൃത്താണ് നീ. എന്റെ ശത്രുവാണ് ക്രിസ്തു. ക്രിസ്ത്യാനികളും നശിപ്പിക്കും ഞാൻ.
മസേലസ്, നീ ആവശ്യപ്പെട്ടതുപോലെ ഇതാ നിന്റെ അമ്മയെയും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ, കണ്ടു നിൽക്കാൻ ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലടാ. നിനക്ക് ഈശോയെ തള്ളി പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചുകൂടെ? ഈ കുഞ്ഞിന് നീ മാത്രമേയുള്ളൂ, അതെന്താ നീ ഓർക്കാത്തത്? ഇതൊക്കെ കാണാനാണോ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്? സഹിക്കാൻ പറ്റുന്നില്ലടാ ഈ അമ്മയ്ക്ക്. അങ്ങനെ പറയരുതമ്മേ. നിങ്ങളിവന് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. ഈശോയുടെ വാക്കുകൾ കേട്ടിട്ടില്ലേ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന്. ഇവർ സ്വർഗമാണ് നേടിയിരിക്കുന്നത്. പ്രഭു, നിക്കോസ്റ്റാറ്റസ്, നീ പേടിക്കേണ്ട പ്രഭു. ഒറ്റിക്കൊടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് എൻ്റെ ഭാര്യ സോയി. ഇവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അങ്ങ് ഇവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? The one true God who reigns over all things and the universe, Almighty God, Christ of the last days. This is the Holy Spirit's testimony, proof undeniable. He's working to bear testimony everywhere. So no one will have any doubt. The triumphant King, Almighty God has prevailed over the world. He has been victorious over sin and accomplished His redemption. The whole earth shall rejoice. It praises the triumphant King, Almighty God, forever and ever. Worthy are you of honor and praise. Authority and glory be to you, the great King of the universe. Authority and glory be to you, the great King of the universe. എന്നോട് ക്ഷമിക്കണം പ്രഭു. ഇത്രയും കാലം ക്രിസ്ത്യാനികളെ വേട്ടയാടി എനിക്ക് ഇനിയൊരു ക്രിസ്ത്യാനിയായി ജീവിക്കണം. അങ്ങ് വലിയവനാണ്. നിക്കോസ്റ്റാറ്റസ്, ഞാൻ വലിയവനല്ല. എല്ലാ മഹത്വവും ദൈവത്തിനു മാത്രം. വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം. പ്രഭു, ഇത് കാസ്റ്റലസ്. ഇദ്ദേഹം നമ്മുടെ ആളുകളെ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കുന്നു. നാം ഇത്രയൊക്കെ ചെയ്തിട്ടും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ലല്ലോ. ജോനാഥൻ, എന്താണിത്? പ്രഭു, ഞാനിവനെ ഒരിക്കൽ കൊല്ലാൻ തുടങ്ങിയതാ. അന്ന് അവനെ രക്ഷിച്ചത്
ആര്? പറ ജോനാഥൻ, ആരാണവൻ? ആരാണവൻ? എനിക്കറിയണം. പറ ജോനാഥൻ. അങ്ങ് എന്നോട് കോപിക്കരുത്. അത് അങ്ങയുടെ വിശ്വസ്തനായ സെബാസ്റ്റ്യൻ ആണ്. ഇല്ല, നീ കള്ളം പറയുന്നു. സെബാസ്റ്റ്യൻ ഒരിക്കലും അത് ചെയ്യില്ല. അസൂയാണ് നിനക്ക്. അല്ല പ്രഭു, സത്യമാണ്. സെബാസ്റ്റ്യൻ അങ്ങയെ ചതിക്കുകയാണ്. എന്ത്? ചതിക്കുകയോ? എവിടെ എവിടെ സെബാസ്റ്റ്യൻ? അവന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. അത് ശരിയാണെങ്കിൽ വളർത്തിയ ഈ കൈകൾ കൊണ്ട് അവന്റെ ജീവൻ ഞാൻ എടുക്കും. അതല്ല, നീ പറയുന്നത് നുണയാണെങ്കിൽ അവന് പകരം മരിക്കുന്നത് നീയായിരിക്കും. ദാ ഇതുപോലെ. ചതി, അത് ഞാൻ പൊറുക്കില്ല. സെബാസ്റ്റ്യൻ, നിന്നെ തിരക്കിയതാ ഞാൻ വരുന്നു. എനിക്ക് വേണം നിന്നെ. മോനെ, എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? നാടെങ്ങും ചക്രവർത്തിയുടെ പട്ടാളം നിന്നെ അന്വേഷിക്കുകയാണ്. ഏത് നിമിഷവും അവർ ഇവിടേക്ക് കടന്നു വരാം. അപ്പ പതുക്കെ. ഒരു പക്ഷേ ഇനി അപ്പ തളരരുത്. ഞാൻ മരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്. അതിലും വലുതൊന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോനെ, എന്തു പറഞ്ഞാടാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? എന്തു പറഞ്ഞാടാ നിന്റെ അമ്മയുടെ കണ്ണുനീർ തുടക്കേണ്ടത്? പട്ടാളക്കാരിങ് എത്തി. മോനെ, നീ അകത്തു പോ. എനിക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ പേടിയില്ല അപ്പാ. ഞാൻ പോകാം അവരുടെ കൂടെ. അപ്പന്റെ അവസാന അപേക്ഷയാണ് മോനെ, നീ അകത്തേക്ക് പോ. ട്രാങ്കുലിനസ് എവിടെ? സെബാസ്റ്റ്യൻ അവനിവിടെ ഇല്ല പ്രഭു. ട്രാങ്കുലിനസ് മറ്റാരേക്കാളും നന്നായി നിനക്കെന്നെ അറിയാവുന്നതല്ലേ? വിളിക്കവനെ, ഇല്ലെങ്കിൽ നിന്നെ. അരുത് പ്രഭു, ഞാൻ ഇവിടെയുണ്ട്. സെബാസ്റ്റ്യൻ, വെറും ഒരു സേനാനായകനായിരുന്നില്ല നീ. എനിക്ക് ഒരു കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. അതുകൊണ്ട് ഒരേ ഒരു ചോദ്യം, അത് നിന്റെ നാവിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം എനിക്ക് കേൾക്കണം. നീ ക്രിസ്ത്യാനിയാണോ? അതെ പ്രഭു. സെബാസ്റ്റ്യൻ, ഡയക്ലീഷ്യൻ ചക്രവർത്തി ക്രൂരനാണ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഒരു ദൗർബല്യം എന്നെ വേട്ടയാടുന്നു. അത് നിന്നോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടൊരു വിട്ടുവീഴ്ച. നീ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് എന്റെ ജൂപ്പിറ്റർ ദേവനെ ആരാധിച്ചാൽ നിനക്ക് സേനാനായകനായി തുടരാം. എന്തു പറയുന്നു? ക്ഷമിക്കണം പ്രഭു, അത് സാധ്യമല്ല. കൂടെ നടന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ചതിയന്റെ വേതനം മരണമാണ്. ആരവിടെ? ഇവനെ കൊണ്ടുപോയി മരത്തിൽ കെട്ടിയിട്ട് മരണം വരെ അമ്പെയ്ത് കൊല്ലൂ. വേദന അറിഞ്ഞു വേണം ഇവൻ മരിക്കാൻ. അവന്റെ ശവം പോലും റോമാ സാമ്രാജ്യത്തിൽ വീഴരുത്. കഴുകന്മാർക്ക് ഇവൻ ഭക്ഷണമാകട്ടെ. കൊണ്ടുപോകൂ. പ്രഭു, അവനെ കൊണ്ടുപോകരുത്. അപ്പാ,
സാമ്രാജ്യത്തിന്റെ അധിപൻ ഡൈക്ലേഷ്യസ് ചക്രവർത്തിയുടെ കൽപ്പന റോമാ സാമ്രാജ്യത്തിന്റെ പടത്തലവൻ സെബാസ്റ്റ്യനെ മരണം വരെ അമ്പെയ്ത് കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നു. കുറ്റം വിശ്വാസവഞ്ചന, രാജ്യദ്രോഹം. അപ്പോൾ കുഞ്ഞാലൻ മരിച്ചില്ലേ അമ്മേ? ഇല്ല മോളെ, ആ അമ്പുകൾക്ക് പുണ്യവാളന്റെ ജീവിതം എടുക്കാനായില്ല. ഒരു നിയോഗം പോലെ കാസ്ലസിന്റെ ഭാര്യ ഐറീൻ അവിടെ എത്തി. സെബാസ്റ്റ്യൻ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഈ റോമാ സാമ്രാജ്യം വിട്ട് വേറെ ഏതെങ്കിലും ദേശത്തേക്ക് പോകരുതോ? നീ ജീവനോടെ ഉണ്ടെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പോകാം. അതിനു മുമ്പ് ചക്രവർത്തി എനിക്ക് ഒന്നുകൂടി കാണണം. ഇരുമ്പാണിയിലാണ് തുഴച്ചതെന്ന് ചക്രവർത്തി അറിയണം. ഞാൻ മുഖം കാണിച്ചിട്ട് വരാം. നമ്മുടെ വിശ്വസ്ത പടത്തലവനായ സെബാസ്റ്റ്യനെ കൊന്നുകളഞ്ഞിട്ടും ഈ ക്രിസ്ത്യാനികൾക്ക് യാതൊരു മാറ്റവുമില്ലല്ലോ. ചക്രവർത്തിക്ക് പ്രണാമം. സെബാസ്റ്റ്യൻ,
എന്താണ് അങ്ങയുടെ മുഖത്ത് ഒരു പേടിയുള്ളതുപോലെ? ഹാ, റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിക്ക് പേടിയോ? സെബാസ്റ്റ്യൻ, നീ ഇതെങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെ ഇവിടെ? മരിച്ചിട്ടില്ല. അങ്ങയുടെ അമ്പുകൾക്കോ അമ്പെയ്ത്തുകാർക്കോ എന്റെ ജീവനെടുക്കാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെ ഞാനിപ്പോൾ വന്നത് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ല, ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അങ്ങയുടെ ക്രൂരത അവസാനിപ്പിക്കണം. എല്ലാം അറിയുന്നൊരു ന്യായാധിപൻ നിങ്ങളെയും വിധിക്കാനെത്തും. നിങ്ങൾ ഒരാളെ നശിപ്പിക്കുമ്പോൾ 1000 പേർ ക്രിസ്തുവിനു വേണ്ടി എഴുന്നേൽക്കും. നിർത്തൂ സെബാസ്റ്റ്യൻ, നീ സംസാരിക്കുന്നത് റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയോടാണ്. ഒരിക്കൽ ജീവൻ തിരിച്ചു കിട്ടിയ നീ എന്റെ മുമ്പിൽ വരരുതായിരുന്നു. നിന്നെ ക്രിസ്തു രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്പെയ്ത്തുകാർക്ക് പറ്റിയ ഒരു അബദ്ധം. ഇനി ഞാനത് അനുവദിക്കില്ല. ആരവിടെ? ഇവനെ പിടിച്ചു കെട്ടു. മരിക്കാൻ തയ്യാറായാണ് നീ വന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ മരണം ഉറപ്പുവരുത്തിയിട്ടേ ഇനി ഞാൻ വിശ്രമിക്കുകയുള്ളൂ. നിങ്ങൾ ഒരാളെ നശിപ്പിക്കുമ്പോൾ 1000 പേർ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കും. നിങ്ങൾ കേട്ടോ ആ ശബ്ദം? ഇനി അവൻ തിരിച്ചു വരരുത്. എവരെ റോമാ സാമ്രാജ്യത്തിലെ അഴുക്കു ചാലിലേക്ക് വലിച്ചെറിയൂ. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. ഇത്തവണ പുഞ്ഞാലൻ മരിച്ചോ? പുഞ്ഞാലിനെ പിന്നെ ആരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. വിശുദ്ധ ലൂസിനായ്ക്ക് സെബാസ്റ്റ്യന്റെ ഒരു ദർശനമുണ്ടായി. തന്റെ ശരീരം എവിടെയാണെന്ന് കൃത്യമായി ലൂസിനായ്ക്ക് കാട്ടിക്കൊടുത്തു. ലൂസിന അപ്പോൾ തന്നെ പോയി സെബാസ്റ്റ്യന്റെ ശരീരം കണ്ടെത്തി സംസ്കരിച്ചു. ഇറ്റലിയിലെ ആ സ്ഥലത്താണ് ഇന്നത്തെ സെയിന്റ് സെബാസ്റ്റ്യൻ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇനി മോൾ ഉറങ്ങിക്കോ, സമയം ഒരുപാടായി. ശരി അമ്മ. അയ്യോ, ഒരു കാര്യം മറന്നു. പുഞ്ഞാല, ഞങ്ങളുടെ മഹാമാരിയിൽ നിന്ന് കാത്തുകൊള്ളണമേ. അമ്മ, എനിക്ക് മൊബൈലിൽ ഒരു പാട്ട് വെച്ച് തരാമോ? വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.